എടാ നീ ഞാൻ കൊടുത്തടാ നമുക്ക് മുഖ്യ കണ്ടില്ലേ അമ്മേ എടാ വീട്ടിൽ പോയി കിടന്നിട്ട് ഉറക്കുറങ്ങിട്ട് വന്നാലേ ഇപ്പഴേ പോവാനാ നമ്മള് കഴിച്ചിട്ടൊന്നല്ലോ ഇച്ചിരി സംസാരിച്ചിട്ട് പോവാ. എന്തൊരു ചൂടാകാശേ, ചിക്കന്റെ ചൂടാണ് ഇറക്കാത്. എന്തൊക്കെയാലും നമ്മള് 900 രൂപ അൽഫാം മേടിച്ചിട്ടെ ആൾക്കൊന്ന് 150 രൂപ വെച്ചല്ലേ ആളില്ലേ. ഇല്ലടാ പോങ്കോ ആണോ 150 രൂപ പീസ് ഉണ്ടായിരുന്നു. അതാ 150 രൂപ പീസ് ഉണ്ടായിരുന്നു. അന്നത്തെ നീ പൈസ തരാത്ത ചെറ്റേ. എന്താ ഒന്നുമില്ലടിയാ. പിന്നെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ കൊള്ളായിരിക്കും, നമ്മള് 900 എണ്ണി കൊടുത്തല്ലേ. 150 കീറി. ഇത് പിന്നെ നോക്കിയേ വേണ്ട, നീ പാമാരെ പിടിക്കാം. ഒന്നുമില്ലടേ വൈകി കോഴി ഒരു കഥ കേൾക്കണോ എല്ലാവർക്കും? ഒരു കഥ കേൾക്കണോ? ഞങ്ങൾ അച്ഛനാണെങ്കിലേടാ പണ്ട് കൂട്ടുകാരായിട്ട് കഴിക്കാൻ പോകും. അപ്പൊ ഇവരുടെയിലൊന്നും അപ്പൊ പൈസയൊന്നും കാണത്തില്ല. ഞങ്ങൾ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് പൈസയും കൊടുക്കും, നല്ലോണം മേടിച്ച് കഴിക്കുകയും ചെയ്യും. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അച്ഛനാണെങ്കിൽ ഇങ്ങനെ പൈസ കൊടുക്കും. അപ്പൊ ഇവരിങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പൊ ഓരോരുത്തരും 150 അത് കിട്ടി കഴിയുമ്പോ അച്ഛൻ ഇങ്ങനെ പോക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ നടന്നു. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ. പണ്ടത്തെ ആൾക്കാർ മാത്രമല്ല ഇപ്പോഴത്തെ ആൾക്കാരും അങ്ങനെ. ഗൂഗിൾ പേ ആണെന്നുള്ളൂ, ഇതിനകത്ത് ഇങ്ങനെ അയക്കുമ്പോ 150 കൊടുക്കണം. ഇപ്പഴ ഓർമ്മ ഞാൻ മറന്നിരുന്നു. ഞാൻ കുഴപ്പമില്ലടാ. അല്ലമ്മ ചോറ് വിളമ്പേക്കണട്ടാ, ഞാൻ വെളിയിൽ കഴിച്ചു. കിട്ടുന്ന ലക്ഷണമല്ല, വേറെ ഐഡിയ എടുക്കാം. ഹലോ ഫീസ് കൊണ്ടുപോയാ 800 രൂപ നിക്കമ്മ. എല്ലാ റൗണ്ട് വരെ 800 രൂപ പെട്ടെന്ന് വീട്ടിലെ ഫ്യൂസ് കൂടിക്കൊണ്ടുപോടാ. വീട്ടിൽ ജയിലൊരു പടം ഇട്ടേക്കും. എന്റെ വീട്ടിലൊന്നല്ല പോടാ. ഇല്ല അണ്ണന്റെ വീട്ടിൽ തന്നെ പോയി സമാധാനം പോയി.